എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 9ാമത്തെ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാനതിപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട സാധനം, ഒരു ഭൂമി എടുക്കുകയാണെങ്കിൽ നടുക്കുള്ളതാണ് ഭൂമധ്യരേഖ. ഓക്കെ അല്ലേ? ഇനി ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട് വരുന്ന വരകൾ, ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്ഷാംശം. അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന വരകളുണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് രേഖാംശം. അപ്പോൾ അക്ഷാംശത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ ലാറ്റിറ്റ്യൂഡ്. രേഖാംശത്തിൻ്റെ ഇംഗ്ലീഷ് അപ്പോൾ എന്തായിരിക്കും? രേഖാംശത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇത് ഇന്ത്യനെ ഞാൻ ഇങ്ങനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതാണല്ലോ നോർത്ത്, ഇതാണ് താഴെയാണ് സൗത്ത്, ഇവിടെ ഈസ്റ്റ് വരും, ഇപ്പുറത്ത് വെസ്റ്റ് വരും. ഇത് ഇന്ത്യയാണെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും മുകളിലത്തെ അറ്റം, അതായത് ഏറ്റവും നോർത്ത് മോസ്റ്റ് പോർഷൻ, അപ്പോൾ അവിടുത്തെ അക്ഷാംശം അഥവാ ലാറ്റിറ്റ്യൂഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കൊടുക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ വടക്കേ അറ്റത്തുള്ള അക്ഷാംശം, അങ്ങനെ വേണം പറയാൻ. ഇന്ത്യയിലെ വടക്കേ അറ്റത്തുള്ള അക്ഷാംശം എന്ന് പറയുന്നത് 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അക്ഷാംശം, രേഖാംശമല്ല അക്ഷാംശം എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതാണ് അക്ഷാംശം, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അക്ഷാംശം ഏതെന്ന് ചോദിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി 4 മിനിറ്റ് തെക്കാണോ? തെക്കല്ല, വടക്കാണ്, വടക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള അക്ഷാംശം എന്ന് പറയുന്നത് 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അക്ഷാംശം എന്തെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എന്ന് പറയുന്നത് 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള രേഖാംശം ഏതെന്ന് ചോദിച്ചാൽ, രേഖാംശം എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ്, പടിഞ്ഞാറേ അറ്റത്തുള്ള ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശം ഏതെന്ന് ചോദിച്ചാൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്. ഓക്കെ അല്ലേ? കാരണം ഇന്ത്യ കിടക്കുന്നത് നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നോർത്ത് ലാറ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ നോർത്തിൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്, സൗത്ത് എടുക്കുകയാണെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്. ഇനി കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. പടിഞ്ഞാറേ അറ്റത്തുള്ളതാണെങ്കിലോ രേഖാംശം ഏതെന്ന് ചോദിച്ചാൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അതിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. 2019 വരെ എന്നാണ്, 2019 വരെ മുൻ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, 2019 വരെ മുൻ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം വഴി ഒരു പ്രത്യേക പദവി അവർ ആസ്വദിച്ചിരുന്നു. അപ്പോൾ ഇത് കറക്റ്റാണല്ലേ?
പ്രത്യേക പദവി ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ 370. അപ്പം 1 കറക്റ്റാണ്. 1 കറക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ബി കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡി കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താണ്, ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് 2019 ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡർ 2019 എന്നൊരു പ്രസിഡൻഷ്യൽ ഉത്തരവ് വഴി ഈ പ്രത്യേക പദവി റദ്ദാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2018 എന്നാണ്. അപ്പോൾ ഇത് തെറ്റല്ലേ? അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻസ് തെറ്റാവും, സി ഒക്കെ ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ 4 ഒന്ന് നോക്കിക്കേ. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ആണോ? ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് സർക്കാർ അധികാരമേറ്റു എന്ന് വായിച്ചിട്ടില്ലേ നമ്മൾ പത്രങ്ങളിലൊക്കെ? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ 4 എന്ന് പറയുന്നത് കറക്റ്റാണ്. ഓക്കെ, നാഷണൽ കോൺഫറൻസ് സർക്കാരിൻ്റെ നേതൃത്വം ആർക്കാണുള്ളത്? ഒമർ അബ്ദുള്ളയാണ്. അപ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്തത്, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? അത് മറ്റാരുമല്ല, നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. കേരളം തന്നെയാണ്. രാജ്യത്തെ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബില്ലാണ് കേട്ടോ. എന്ത് ബില്ലാണ്? വയോജന കമ്മീഷൻ ബിൽ. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. വയോജന കമ്മീഷൻ ബില്ലാണ്. വയോജന കമ്മീഷൻ ബിൽ. കേരളമാണ് ആദ്യം ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം. അടുത്തത്, സുരക്ഷാ നയം ഏതിൻ്റെ മുദ്രാവാക്യമാണ്? സുരക്ഷാ നയം ഏതിൻ്റെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ KSDMA ആണ് ഉത്തരവായിട്ട് വരുന്നത്. KSDMA ആണ് ആൻസർ ആയിട്ട് വരുന്നത്. KSDMAയുടെ ഫുൾ ഫോം എന്താണെന്നാണ്? എവിടെയാണ് KSDMAയുടെ ആസ്ഥാനം? എവിടെയാണ്? ഒബ്സർവേറ്ററി ഹിൽസ്, തിരുവനന്തപുരത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫുൾ ഫോം? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ അല്ലേ? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അവരുടെ ഒരു നയമാണ് സുരക്ഷാ നയം. ഓക്കെ അല്ലേ? അടുത്തത് 34ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ എവിടെയാണ് ഇത് കാണാൻ പറ്റുന്നത്? SCERT 10ാം ക്ലാസ് ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ CRISPR-Cas9 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 2 ആൾക്കാരെ ഓർമ്മിച്ച് വയ്ക്കണം. ജെനിഫർ എഡൗണിനെയും ഇമ്മാനുവൽ കാർപ്പൻറ്റിയറും. ഇവർക്ക് 2 പേർക്കും 2020 രസതന്ത്രത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ ഈ പ്രയോജനങ്ങൾ കണ്ടുപിടിച്ചതിനും പിന്നെ ജീൻ എഡിറ്റിംഗ് മേഖലയിലുള്ള ഇവരുടെ സംഭാവനകൾക്കും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത്. ഇനി DNA എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും സെല്ലുണ്ടല്ലേ, നമ്മുടെ ബോഡിയൊക്കെ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നമ്മുടെ നല്ല ജീവജാലങ്ങളുടെ. അപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ സെല്ലിൻ്റെ നടുക്ക് എന്തുണ്ട്? ഒരു മർമ്മമുണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോം ഉണ്ട് അല്ലേ? ക്രോമസോമിൻ്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? DNA ഇരിക്കുന്നത്. ക്രോമസോമിൻ്റെ ഉള്ളിലാണ് DNA ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ DNAയുടെ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. DNAയുടെ ഒരു പോർഷനാണ് ജീന്. അപ്പോൾ DNAയിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയ, അതാണ് ജീൻ എഡിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്തി ഇവർ. ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് CRISPR-Cas9 ഈസ് യൂസ്ഡ് ഇൻ ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രയോഗത്തിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കുവാനും ഇതുപയോഗിക്കും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അഗ്രികൾച്ചറിലും പിന്നെന്താ പറയുക, രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുരോഗതി ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. ഓക്കെയാണ്. അടുത്തത് 35ാമത്തെ. അപ്പോൾ ഇത് മറക്കരുത്, ജീൻ എഡിറ്റിംഗ് ആണ് ഇവിടെ പറയുന്നത്. ജീൻ എഡിറ്റിംഗ്. ഇപ്പോൾ 2 ആൾക്കാരെയും കൂടെ ആലോചിച്ച് വെക്കണം. ആരൊക്കെയാണത്? ജെനിഫറും എമ്മാനുവലും. രണ്ടും സ്ത്രീകളാണ്.
അവർക്കാണ് ഇതിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വാക്സിൻ ചാർട്ട് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ബയോളജി ടെക്സ്റ്റിൽ 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ SCRT വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗത്തുണ്ട് ഈ വാക്സിൻ ചാർട്ട്. അപ്പം നല്ലപോലെ നോക്കി വെക്കാം. BCGയുടെ ഫുൾ ഫോം എന്താ? ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ ആണ്. ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ ഈ ജനന സമയത്ത് കൊടുക്കുന്ന 3 വാക്സിനുകളിൽ ഒരെണ്ണമാണ് BCG. മറ്റ് 2 ഏതെന്ന് ചോദിച്ചാൽ OPV, ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. ഇത് 3 ജനന സമയത്ത് കൊടുക്കുന്നത്. ഏതൊക്കെയാണ് ജനന സമയത്ത് കൊടുക്കുന്നത്? അത് നോക്കി വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനന സമയത്ത് കൊടുക്കുന്നത് OPV, BCG, ഹെപ് B. ഓക്കെ അല്ലേ? ഇത് 3 കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ശരി ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ OPV ആണ്, ഓറൽ പോളിയോ വാക്സിൻ. അങ്ങനെയാണെങ്കിൽ BCG എന്ന് പറയുന്ന വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ളതാണോ? അല്ല, അത് ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ രോഗത്തിനെതിരെയാണ്, ക്ഷയത്തിനെതിരെയാണ് BCG. MR ആണെങ്കിൽ ആ വാക്സിനിൽ തന്നെയുണ്ട് മീസിൽസ് റൂബല്ല വൈറസ് ആണ്. അപ്പം മീസിൽസിനും റുബല്ലയ്ക്കും എതിരെയാണ് MR വാക്സിൻ എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? OPV കറക്റ്റാണ്, ഓറൽ പോളിയോ വാക്സിൻ OPV കറക്റ്റാണ്. PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, അതെന്തിനാണ്? എഗെയിൻസ്റ്റ് ദ ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. PCV വാക്സിൻ കൊടുക്കുന്നത് എന്തിനാണ്? മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ എന്ന് പറയുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിനാണ് PCV, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. എന്താണ്? ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് ഡിസീസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. ഓക്കെ അല്ലേ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഈ മെനിഞ്ചൈറ്റിസും ന്യൂമോണിയൊക്കെ. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനാണ് PCV വാക്സിൻ. അപ്പോൾ ക്ഷയത്തിൻ്റെത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് B ആണ് കേട്ടോ. അടുത്തത് 36ാമത്തെ ചോദ്യം, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഞാനൊരു പാരഗ്രാഫ് വായിക്കാം. ഇത് നമ്മുടെ SCRT സോഷ്യൽ സയൻസിലുണ്ട്. റെഫ്രിജറേറ്റർ, AC ആൻഡ് വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയവ ഫ്ലോറോ കാർബൺ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷനിലും ഒക്കെയുള്ള ഈ ഫ്ലോറോ കാർബണും ഹാലോണും ഒക്കെ UV ലൈറ്റിൻ്റെ എക്സ്പോഷർ വരുമ്പോഴത്തേക്കും അവരെന്തായിട്ടാണ് വിഘടിക്കുന്നത്? ക്ലോറിനും ബ്രോമിനുമായിട്ടാണ് വിഘടിക്കുന്നത്. അത് നോക്കി വെക്കണേ. ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിച്ച് ആ ഓസോണിൻ്റെ ആ ഒരു എഫക്റ്റ് തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോമിനാകട്ടെ ക്ലോറിനേക്കാളും എന്ത് ചെയ്യുന്നുണ്ട്? ശേഷിയുണ്ട് ഓസോണിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഓസോൺ പാളിയിൽ സുഷിരമുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓസോൺ പാളിയിൽ തകർക്കുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ഫ്ലോറോ കാർബൺ. ഓക്കെ അല്ലേ? അത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്നതാണ്. ഈ റെഫ്രിജറേറ്ററിലും ACയിലും സ്പ്രേയിലും ഒക്കെയുള്ള കെമിക്കലാണ് ഫ്ലോറോ കാർബൺ. അത് പുറത്ത് സ്റ്റേബിളായിട്ട് കുറേ കാലം നിൽക്കും. അത് അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിക്കും. വെൻ ദേ ഗെറ്റ് എക്സ്പോഷർ ടു UV റേസ് ദേ സ്പ്ലിറ്റ് ടു ഫോം ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ബ്രോമിനുമാണ് ഓസോണിനെ ശരിക്കും തകർക്കുന്നത്. ഓക്കെ അല്ലേ? ഫ്ലോറോ കാർബൺ CFCs ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, വിറ്റാമിൻ Dയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പോൾ ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും. എന്താണ് ഡൗട്ട് വരുന്നത്? ഓസ്റ്റിയോപോറോസിസ് ആണോ റിക്കറ്റ്സ് ആണോ? അങ്ങനെ ഒരു ഡൗട്ട് വരും. തീർച്ചയായിട്ടും ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരം വരുന്നത്. വിറ്റാമിൻ Dയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് നമ്മുടെ റിക്കറ്റ്സ് തന്നെയാണ്. ജീവകം Dയുടെ ന്യൂനത മൂലമുണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് ഈ റിക്കറ്റ് എന്ന് പറയുന്നത്. റിക്കറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? മലയാളത്തിൽ നമ്മൾ കണാന്ന് പറയുന്നു, പിള്ളവാദം എന്നൊക്കെ പറയുന്നു. ഇത് SCRT 6ാം തരത്തിലുള്ള പാഠപുസ്തകത്തിലുണ്ട് കേട്ടോ. ആഹാരം ആരോഗ്യത്തിനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലുണ്ട്. അതിൽ വിറ്റാമിൻ Aയുടെ ഡെഫിഷ്യൻസി എന്താണ്? നിശാന്തത. വിറ്റാമിൻ Bയുടേത് വായ്പുണ്ണ്. വിറ്റാമിൻ Cയുടേത് സ്കർവി. Dയുടേത് കണ, ഇരുമ്പ്, അനീമിയ. അയഡിൻ, ഗോയിറ്റർ. അപ്പോൾ ഇവിടെ ഏത് വരില്ല? പോറോസിസ് വരില്ല. അത് മാലാസിയ എന്ന് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഉത്തരം വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ പോറോസിസ് Dയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന രോഗമല്ല.
അടുത്തത്, ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതി ദേശീയ ആരോഗ്യ ദൗത്യം, നാഷണൽ ഹെൽത്ത് മിഷൻ, അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ. ഓക്കെ, അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ് അവരുടെ? ദ ഗോൾ ഓഫ് ദ മിഷൻ ഈസ് ടു ഇംപ്രൂവ് ദ അവൈലബിലിറ്റി ഓഫ് ആൻഡ് ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ ബൈ പീപ്പിൾ. അപ്പം നല്ല രീതിയിലുള്ള എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെൽത്ത് കെയർ ആളുകൾക്ക് കിട്ടുക. ഈ ആളുകളെന്ന് പറയുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയണം, ആരാണത്? ദോസ് റിസൈഡിങ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഉത്തരം എന്താണ്. ഓപ്ഷൻ സി ആണ്. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് പ്രധാനമായിട്ടും ആരോഗ്യ കേരളത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത്. അത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത്, തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ തലച്ചോറെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒത്തിരി ഭാഗമുണ്ട് അല്ലേ? തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രം തന്നെയാണ്. ഏറ്റവും വലിയ ഭാഗം, ഇത് കറക്റ്റാണ്. ഇനി സെറിബ്രത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന, തിങ്കിങ്, പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ തിങ്കിങ്, അതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, പ്രശ്നം പരിഹരിക്കൽ, ഭാഷ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, പ്രശ്നം പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സെറിബ്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം, ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല അല്ലേ? അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഈ ഹൃദയമിടിപ്പൊക്കെ? ഇല്ല, അത് ഇൻവോളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂ, ഹൃദയം ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, ബീറ്റ് ചെയ്യേണ്ട, കുറച്ച് റെസ്റ്റ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കൺട്രോളിൽ അല്ല. ഈ ബ്രീത്തിങ്ങും ഈ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും ഒക്കെ നമ്മുടെ ഒരു കൺട്രോളിലല്ല. അപ്പോൾ ഈ ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം എന്നൊക്കെ പറയുന്നത് ആരുടെ കൺട്രോളിൽ വരുന്നതാണ്? സെറിബ്രത്തിൻ്റെ കൺട്രോളിൽ വരുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. അത് വരുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കാറ്റ. മെഡുല്ല ഒബ്ലോങ്കാറ്റയാണ് ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ വൊമിറ്റിംഗ്, ഛർദി, കഫ്, ചുമ, പെട്ടെന്ന് നമ്മൾ പോലും വിചാരിക്കാതെയാണ് ചുമയും ഛർദിയൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കാറ്റയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. അതാരാണ്? അപ്പോൾ ഇതെന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കാറ്റ. മെഡുല്ല ഒബ്ലോങ്കാറ്റ. ഇനി സന്തുലിതാവസ്ഥ, അതാരാണ്? സന്തുലിതാവസ്ഥ. സന്തുലിതാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട സെറിബെല്ലം. സന്തുലിതാവസ്ഥ, നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കണക്കാക്കുന്നത് ആരാണ്? ഈ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബ്രത്തിന് പിന്നിലായിട്ടാണ് കാണുന്നത്, ഒരു താഴെയായിട്ടാണ് കാണുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില, അതാണ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ. അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് സെറിബെല്ലാണ്. അപ്പോൾ കൺഫ്യൂസ് ആവരുത്. ഇതിൻ്റെ അകത്ത് ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഹൈപ്പോ തലാമസിൻ്റെ ഇതിലാണ് ആന്തര സമസ്ഥിതി പാലനം. ആന്തര സമസ്ഥിതി പാലനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബാലൻസിങ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആണ് അതും നോക്കുന്നത്. അതെന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ്, കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ പറയുന്നത് ശരീര തുലന നില അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ അത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണോ? അല്ല, സെറിബെല്ലം. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂസ് ആവാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത്, ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഇത് നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് നോക്കണം, നമുക്ക് തന്നെ മനസ്സിലാവും. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം തന്നെ ഉണ്ടാകുന്ന രോഗമാണ്. അനിയന്ത്രിതമായ ഭക്ഷണശീലം, നമ്മുടെ ജീവിത രീതികൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളിലാണ് പ്രമേഹം വരുന്നു, ഫാറ്റി ലിവർ വരുന്നു, പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്കാണ്. അമിത രക്തസമ്മർദ്ദം, ഹൈ BP, ഹൃദയാഘാതം, ഇതൊക്കെ വരുന്നത് ജീവിതശൈലി, അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ഇവരൊക്കെ. ഇനി അമ്ലമഴയുടെ pH മൂല്യം എന്താണ്? അമ്ലമഴയുടെ pH മൂല്യം നമുക്ക് ഡൗട്ടില്ലാതെ നമുക്ക് പറയാം 5.6 ആണ്. എന്നാൽ 5.6 താഴെയാണോ 5.6 മുകളിലാണോ ചോദിച്ചാൽ അമ്ലമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് റെയിൻ അല്ലേ? ആസിഡ് റെയിൻ. ഫൈൻ. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ അമ്ലമാണ്. അപ്പോൾ pH എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്, ലോ pH ആണ്. അപ്പം 7 താഴോട്ട്,
അപ്പോൾ 5.6 മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ കൂടുതലാവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗെറ്റ് ഇൻ ടു ആൽക്കലൈൻ കണ്ടീഷൻ അല്ലേ. ആൽക്കലൈനിറ്റിയിലോട്ട് പോകുന്നതാണ് കൂടുതൽ, 7 കൂടുക 6 കൂടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ താഴോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ആസിഡ്. അപ്പോൾ 41A ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഫിസിക്സ് ആണ്. ന്യൂട്ടൻ്റെ എത്രാമത്തെ നിയമമാണ്? ബാക്കി 2 നിയമം അറിയില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും 3ാമത്തെ നിയമം അറിയാമായിരിക്കും, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അല്ലേ, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. അടുത്തത്, വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. നമുക്ക് ആ ഇമേജ് ഒക്കെ ഉണ്ടല്ലേ, 10ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് പ്രകാശവർണ്ണങ്ങൾ, അതിൻ്റെ അകത്ത് ഇങ്ങനെ തരംഗങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റം എത്തുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകും തോറും നമ്മുടെ ആവൃത്തി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഇവിടെയാണ് നമ്മുടെ ആ തരംഗം ഇരിക്കുന്നത്, ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ളത്. ഗാമ റേസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? എക്സ്റേ കിരണവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവൃത്തി ആർക്കാണ്? അൾട്രാവയലറ്റ്. അതും കഴിഞ്ഞാണ് നമ്മുടെ ദൃശ്യപ്രകാശം വരുന്നത്. ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തിയേക്കാൾ കുറവ് ആവൃത്തിയാണ് ഇൻഫ്രാറെഡിന്, അതിനേക്കാൾ കുറവാണ് മൈക്രോവേവ്, അതിനേക്കാൾ കുറവാണ് റേഡിയോ തരംഗങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഗാമ റേസ്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത്, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം, അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണ് ഇതുള്ളത്? ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് ഇത് വരുന്നത്. ഗുരുത്വാകർഷണം ചാപ്റ്ററിലുണ്ട്. ഓക്കെ. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഒരു ഭൂമിയുടെ ഉപരിതലത്തിലാണ്. മനസ്സിലായല്ലോ? അത്രയും കിട്ടിയല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. ഒരു വസ്തുവിൻ്റെ മേൽ നമ്മളെല്ലാവരും നിൽക്കുന്നതും നടക്കാനൊക്കെ പറ്റുന്നതും നമ്മൾ എയറിൽ പറന്നു പോകാത്തതും എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റി കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഒരു വസ്തു, അത് നമ്മൾ തന്നെ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഒരു വസ്തുവിന് മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. ഇനി ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും എന്തായിരിക്കും സംഭവിക്കുന്നത്? ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരും. ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരും. ഇനി ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിലാണെന്ന് വെച്ചോ. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിലാണെങ്കിൽ അവിടുത്തെ ജി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ അതിന് ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. അതിനാൽ ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 m/s² ആണ് ഉത്തരം. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? സി ഫോർ ചൈന. അങ്ങനെയെങ്കിലും ആലോചിച്ച് വെക്കുക. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗമുള്ള 450 km/h വേഗമുള്ള ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാതൃക അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. ട്രെയിനിൻ്റെ പേര് CR450 ആണ്. ഇനി ഫൂക്സിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. ഫൂക്സിംഗ് ചൈനീസ് ഭാഷയാണ് ഫൂക്സിംഗ് എന്ന് പറയുന്നത്. ഫൂക്സിംഗ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ പുനർജീവിപ്പിക്കുന്നത് റീജനറേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചൈന തന്നെ പൂർണ്ണമായി നിർമ്മിച്ച ബുള്ളറ്റ് ട്രെയിനുകളെ വിളിക്കുന്ന പേരാണ് ഫൂക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൂക്സിംഗ് ഇസ് എ ചൈനീസ് ടേം ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോർ എ ബുള്ളറ്റ് ട്രെയിൻ വിച്ച് ഇസ് മെയ്ഡ് ബൈ ദംസെൽസ് അല്ലേ. ചൈന തന്നെ സ്വന്തം സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനുകളെ വിളിക്കുന്ന പേരാണ് ഫൂക്സിംഗ്. അങ്ങനത്തെ ഒരു ബുള്ളറ്റ് ട്രെയിനാണ് CR450. ആ CR450ക്ക് 450 km/h സ്പീഡ് ഉണ്ട്. അത് അവതരിപ്പിച്ച രാജ്യം ചൈന. ഓക്കെ അല്ലേ? അടുത്ത 46, നാസയിലെ ബഹിരാകാശ യാത്രികനായ സുനിത വില്യംസും ഭാര്യ വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗവേഷണത്തിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലായിരുന്നു. ഇനി അതിനുശേഷം എപ്പോഴാണ് വന്നത്? 9 മാസക്കാലം അവിടെ താമസിച്ച് 2025 വന്നിട്ടുണ്ടായിരുന്നു.
എങ്ങോട്ടേക്കാണ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് വാഹനമാണെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഒന്ന് കൺഫ്യൂസ് ആയോ? ഇല്ലല്ലോ. നാസയിലെ ബഹിരാകാശ യാത്രികരാണ് സുനിത വില്യംസും ബാരി വിൽമോറും. അവർ 9 മാസക്കാലം എവിടെയായിരുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്നു. ഇനി അവിടുത്തെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? കറണ്ട് അഫെയർ ആണ്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ, മൊത്തം ദിവസങ്ങൾ ടോട്ടൽ എത്ര ദിവസം ചെലവഴിച്ചിട്ടുണ്ട്? 3 ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഒരു 608 ദിവസങ്ങളെങ്കിലും നമ്മുടെ സുനിത വില്യംസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബഹിരാകാശത്ത്. കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ രണ്ടാമത്തെ US സഞ്ചാരിയും നമ്മുടെ സുനിത വില്യംസ് തന്നെയാണ്. അപ്പോൾ ആദ്യം ആരാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞത്? ആരാണ്? രണ്ടാമത്തെ വ്യക്തിയാണ്, രണ്ടാമത്തെ US സഞ്ചാരിയാണ് സുനിത വില്യംസ്. 675 ദിവസം പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞത് ആരാണ്? പെഗ്ഗി വിൻസൺ ആണ്. പെഗ്ഗി വിൻസൺ. ഓക്കെ അല്ലേ? ഇനി സ്പേസ് എക്സ് ഡ്രാഗണിലാണ് ഇവരെന്ത് ചെയ്തത്? സഞ്ചരിച്ചത്. അത് വന്നത് ഫ്ലോറിഡയിലാണ് കേട്ടോ. ഫ്ലോറിഡയിലെ തീരക്കടലിലാണ് വന്ന് പതിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത് 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്? ഒന്നും കൂടെ, 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്? അപ്പോൾ ഇതെന്ന് പറയുന്നത് കെമിസ്ട്രി ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ ഇത് മോൾ കോൺസെപ്റ്റ് ആണ്. മോൾ കോൺസെപ്റ്റ് വരുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പങ്ങളും എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ഫോർമുലയുണ്ട്. ഫോർമുല ഓർമ്മയുണ്ടോ? എന്താണ് ചോദിച്ചേക്കുന്നത്? മോളാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? ഗിവൺ മാസ് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? ഇവിടെ 132 ഗ്രാം അല്ലേ തന്നിട്ടുള്ളത്? 132 ഗ്രാം. മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പം ആരുടെയാണ് വേണ്ടത്? നമുക്ക് ആരുടെയാണ് കണ്ടുപിടിക്കാനുള്ളത്? അതൊന്നും മറക്കരുത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയാണ് വേണ്ടത്. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിൽ ആരൊക്കെയുണ്ട്? കാർബണും ഓക്സിജനും ഉണ്ട്. കാർബണിൻ്റെ അറ്റോമിക ഭാരം എത്രയാണ്? 12. ഓക്സിജൻ്റെ അറ്റോമിക ഭാരം എത്രയാണ്? 16. എത്ര ഓക്സിജൻ ഇവിടെയുണ്ട്? 2 ഓക്സിജൻ. അപ്പോൾ × 2 അല്ലേ? അപ്പോൾ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 132 ഡിവൈഡഡ് ബൈ 44. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 3 മോള്. 3 മോളുണ്ട് ഇവിടെ, ഉത്തരമുണ്ട്. 3 മോള്. ഓക്കെ അല്ലേ? അടുത്തത്, ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ എന്ത് പറയുന്നു? ഇതും കെമിസ്ട്രി ടോപ്പിക്കാണ്. കെമിസ്ട്രിയിൽ സയൻസ് ടെസ്റ്റ് ലായനി എന്ന് പറഞ്ഞ് 8ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു, ലായനി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് അല്ലേ? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയുന്നു. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അതിപൂരിത ലായനി. പൂരിത ലായനി എന്ന് വെച്ചാൽ എന്താണ് ലായനി? ലായനി എന്ന് പറഞ്ഞാൽ ലീനം പ്ലസ് ലായകം. എന്താണ് ലീനം? ഉദാഹരണം പോലെ പറയാം, ഷുഗർ ഒരു ലീനമാണ്. ലായകം എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോൾ അതൊരു ലായനിയാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലായനി പൂരിതമാവുന്നത് എപ്പോഴാണ്? പൂരിതമാവുന്നത് നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് ഷുഗർ ഈ വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പം ഈ വെള്ളത്തിന് ലയിപ്പിക്കാൻ പറ്റുന്ന ഷുഗറിൻ്റെ ഒരു അളവുണ്ടല്ലോ, അപ്പം ഉണ്ടാവുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു സൊല്യൂഷൻ സ്റ്റേറ്റാണ് പൂരിത ലായനി. ഈ പൂരിത ലായനിയിൽ പിന്നെയും കൊണ്ട് ഷുഗർ ഇടുകയാണെങ്കിൽ ഷുഗർ ഡിസോൾവ് ആവില്ല, അല്ലെങ്കിൽ പഞ്ചസാര അലിയത്തില്ല പിന്നീട്. പൂരിത ലായനിയാണ് ഏറ്റവും മാക്സിമം ഡിസോൾവിങ് കപ്പാസിറ്റി ഉള്ളത് പൂരിത ലായനിക്കാണ്. ഇനി അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ, ഈ പൂരിത ലായനിയിൽ കുറച്ചും കൂടെ ഷുഗർ ഇട്ട് കൊടുത്താൽ പിന്നെയും അത് ലയിച്ച് ചേരും. അതാണ് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ. അപ്പോൾ പൂരിതമായതിൽ, അതായത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ, ഡിസോൾവ് ആയിട്ടുള്ള ലായനിയെ നമുക്ക് അതിപൂരിത ലായനി എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്തത്,
സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഇത് നമ്മുടെ SCERT 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. അതിൻ്റെ അകത്തൊരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അൽനിക്കോ, പിന്നെ നിക്രോം, അൽനിക്കോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അലോയ് സ്റ്റീലുകൾ എന്നാണ് ഇവരെ പറയുന്നത്. അലോയ് സ്റ്റീൽ, അൽനിക്കോ, നിക്രോം, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൽ സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അൽനിക്കോയാണ്. അൽനിക്കോയിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അയൺ വരും, നിക്കൽ വരും, അലൂമിനിയം വരും, കൊബാൾട്ട് വരും. അതാണ് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അൽനിക്കോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇനി ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നത് ഏതാണ്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിക്രോമാണ് കേട്ടോ. ഹീറ്റിംഗ് കോയിലിൽ വരുന്നതാണ് അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അറിയാം, നമ്മൾ കിച്ചണിലൊക്കെ അല്ലേ, പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ, പ്രധാനമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതും ഇതുപോലെ അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ കൊണ്ടിട്ടാണ് ഘടകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിക്രോമും സ്റ്റെയിൻലെസ് സ്റ്റീലും സെയിം ആണ്. അൽനിക്കോയിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. അതാണ് അൽനിക്കോ. അതിനോടൊപ്പം അയണും കൂടെ ഉണ്ട്, Fe. ഓക്കെ ആണല്ലോ. അപ്പോൾ അൽനിക്കോയാണ് സ്ഥിരകാന്തം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടായാൽ പുറത്തു വരുന്ന വാതകം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കാൽഷ്യം കാർബൈഡ് ഉണ്ട്. അതും ജലവുമായിട്ട് സമ്പർക്കത്തിലുണ്ടാകുമ്പോൾ വരുന്ന വാതകം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. വരുന്ന വാതകത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അസറ്റിലിൻ ആണ്. അസറ്റിലിൻ. ഓക്കെ അല്ലേ? കാൽഷ്യത്തിൻ്റെയും കാർബണിൻ്റെയും സംയുക്തമാണ് കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡിൻ്റെ ഫോർമുല എന്താണ്? ഇതാണ് കാൽഷ്യം കാർബൈഡ്. കാൽഷ്യത്തിൻ്റെയും കാർബണിൻ്റെയും സംയുക്തം. ഇത് വെള്ളവുമായിട്ട് ചേരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വാതകമാണ് അസറ്റിലിൻ വാതകം. അപ്പോൾ ഇത് പെട്ടെന്ന് തീ പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ? ഇത് പെട്ടെന്ന് തീ പിടിക്കുകയും ചെയ്യും. ഓക്സിജൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ തീയുടെ ആ ഒരു എക്സ്പ്ലോഷൻ റേറ്റ് അല്ലെങ്കിൽ തീയുടെ ആഘാതം വളരെ കൂടുതലുമായിരിക്കും. ഇന്ത്യയിൽ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചിട്ടുള്ള ബാൻ ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണ് കാൽഷ്യം കാർബൈഡ്. അതിൻ്റെ ഫോർമുല നോക്കി വെക്കുക, CaC2. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന AI ടൂൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. AI ടൂൾ ഏതാണ്? ആൽഫ കോഡാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിൻ്റെ ശൃംഖലയാണ്. 20 വ്യത്യസ്ത അമിനോ ആസിഡുകൾ കൊണ്ടാണ് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ പ്രോട്ടീനുകളുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അമിനോ ആസിഡാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് 2020 വികസിപ്പിച്ചെടുത്ത ഒരു AI വിദ്യയാണ് ആൽഫ ഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗോത്ര കലാരൂപങ്ങൾ ഏതാണ്? അപ്പോൾ അത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ മിഥുവ നൃത്തം ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട്. 1, 2, 3, 4, 5. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. ഇതെല്ലാം ഗോത്ര കലാരൂപങ്ങളാണ്. ഇപ്പോൾ പുതുതായിട്ട് കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗോത്ര കലാരൂപങ്ങളാണ്. അതിൽ മിഥുവ നൃത്തം എന്ത് ചെയ്യില്ല, വരില്ല. ബാക്കിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്? അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കാം. ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുണ്ട്. 18 വയസ്സാണ് അദ്ദേഹത്തിന്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അദ്ദേഹമാണ് ഗുകേഷ് ഡി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? താഴെ പറഞ്ഞിട്ടുള്ള ജേതാക്കൾ, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗുകേഷ് ഡി ഉണ്ട്. അദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ യങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തി. ഹർമൻപ്രീത് സിംഗ്,
പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഇവർ 4 പേരും വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനാണ്. മനു ഭാക്കർ പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവാണ് മനു ഭാക്കർ. ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ്. പാരാ അത്ലറ്റാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ബാഡ്മിൻ്റൺ കോച്ചുണ്ട്, എസ് മുരളീധരൻ. അദ്ദേഹത്തിന് മികച്ച പരിശീലനത്തിനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 15 ലക്ഷം രൂപയാണ് ദ്രോണാചാര്യ അവാർഡ്. ഇനി 54. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. അത് പത്രം വായിച്ചാൽ മതി, ഇതൊക്കെ കിട്ടും. ചെനാബ് റെയിൽവേ പാലമാണ്. ചെനാബ് റെയിൽവേ പാലമാണ് ഇതിൻ്റെ ഉത്തരം. ജൂണിലാണ് ഉദ്ഘാടനം ചെയ്തത് 2025. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം അല്ലെങ്കിൽ റെയിൽവേ കമാന പാലം എന്നാണ് പറയുന്നത്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 6-നാണിത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജാണ്. കാശ്മീരിനെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കും ഈ ഒരു പാലം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെവിടെയാണ്? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ്. ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? ജമ്മു കാശ്മീർ. അടുത്തത് ചേരുംപടി ചേർക്കുക. നിരീശ്വരൻ, മീശ, ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, സമ്പർക്ക ക്രാന്തി. ഇതൊന്ന് ചേരുംപടി ചേർത്താൽ മതി. നിരീശ്വരൻ, ഓക്കെ. മീശ ആരുടെയാണ്? എസ് ഹരീഷിൻ്റെ ആണല്ലോ മീശ വരുന്നത്. ഇനി നിരീശ്വരൻ VJ ജെയിംസിൻ്റെയാണ്. VJ ജെയിംസിൻ്റെയാണ് നിരീശ്വരൻ. അപ്പോൾ ഒന്ന് ഡി വരുന്നു. വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മാച്ച് 1-2 അറിഞ്ഞാൽ മതി. മാച്ച് ദ ഫോളോയിങ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിരീശ്വരൻ എഴുതിയിട്ടുള്ളത് VJ ജെയിംസ് ആണ്. മീശ എഴുതിയിട്ടുള്ളത് എസ് ഹരീഷാണ്. മൂന്നാമത്തെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എഴുതിയിട്ടുള്ളത് ആരാണ്? NS മാധവനാണ്. അടുത്തത് സമ്പർക്ക ക്രാന്തി, അത് എഴുതിയിട്ടുള്ളത് ആരാണ്? V ഷിനിലാൽ. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ അത് എഴുതിയിട്ടുള്ളത് SN മാധവൻ. ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. NS മാധവൻ. സമ്പർക്ക ക്രാന്തി ഷിനിലാൽ. ഓക്കെ അല്ലേ? അടുത്തത് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണെന്ന് ചോദിച്ചാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അടുത്തത് പൈങ്കുനി ഉത്സവം എവിടെയാണ്? തിരുവിതാംകൂർ രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള ചരിത്ര പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രമുഖ വാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്സവം. അപ്പോൾ പാലക്കാട് ഇത് തെറ്റാണ് അല്ലേ? കൽപ്പാത്തി തെറ്റാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നതാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് അപ്പം 4 തെറ്റാണ്. 4 ഇത് വരില്ല. C ഓപ്ഷൻ വരത്തില്ല. അടുത്ത പുത്തിരി തിരുവപ്പന എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയുള്ളത് തന്നെയാണ്? ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പഴശ്ശിനിക്കടവ്. അവിടെ നടക്കുന്നത് തന്നെയാണ് കേട്ടോ. അതായത് ഇതിൽ എന്ന് വെച്ചാൽ നായകൾക്കാണ് ഇവിടെ വിളമ്പുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നായകൾക്ക് ഈ വഴിപാടുകളുണ്ടല്ലോ, പ്രസാദം, നായ്ക്കളെ ഇവിടെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ദേവന് സമർപ്പിക്കുന്ന ഈ വഴിപാട് പ്രസാദമൊക്കെ ആദ്യം കൊടുക്കുന്നത് നായക്കാണ്. ഈ വളപട്ടണം നദിയുടെ തീരത്തൊക്കെ ഉള്ള ഒരു ഉത്സവമാണ് പുത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പഴശ്ശിനിക്കടവ്. അടുത്തത് വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ ക്ഷേത്രം. കറക്റ്റാണ്. ഓക്കെ. ഈ വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഭാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രങ്ങളുണ്ട്. അക്കരെ കൊട്ടിയൂർ എന്നും പറയും, ഇക്കരെ കൊട്ടിയൂർ എന്നും പറയും. അപ്പം കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. മെയിനായിട്ട് നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ വൃശ്ചികോത്സവം നടക്കുന്നത് തലക്ഷേത്രമല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 1, 3 B ആണ് ആൻസർ. അടുത്തത് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരത ഗ്രന്ഥങ്ങൾ 2 ഉണ്ട്. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചോദ്യം? ചോദ്യം മറക്കരുത്.
ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും, അതാണ് ഉത്തരം. പക്ഷെ ചോദ്യം എന്താണ്? 2025. അപ്പോൾ കറണ്ട് അഫെയർ ആണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ആ രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുള്ള ഭാരത ഗ്രന്ഥങ്ങൾ, ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതാണ്? നമ്മുടെ ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ്. ഓക്കെ അല്ലേ? നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഒന്നും കൂടെ, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന നെറ്റ്വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP അഡ്രസ് ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ എന്താണ്? അതാണ് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓക്കെ അല്ലേ? അത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ഇസ് എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ യൂസ് ടു ഓട്ടോമേറ്റ് ദ പ്രോസസ് ഓഫ് അസൈനിങ് IP അഡ്രസ് ആൻഡ് അതർ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പാരാമീറ്റേഴ്സ് ടു ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്മാർട്ട് ഫോൺസ് ഓൺ എ നെറ്റ്വർക്ക്. Instead of manually configuring each device with an IP address, DHCP allows devices to connect to a network and receive all necessary network information like IP address. ഓക്കെ അല്ലേ? അടുത്തത് 60ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് എന്താണ്? ഏതാണ്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്രമീകൃതമായ വിവരങ്ങളുടെ ഒരു ശേഖരത്തെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റയും അവ സ്വീകരിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളും അതെല്ലാം കൂടെ ചേർന്നതാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റ, പിന്നെ അത് സ്വീകരിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് DBMS അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരാത്തത് ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ SQL അതൊരു എക്സാമ്പിളാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. പിന്നെ വരുന്നതാണ് MySQL. ഓക്കെ അല്ലേ? മൈ സ്ട്രക്ചർ ക്വറി ലാംഗ്വേജ്. പിന്നെ വരുന്നതാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. പിന്നെ വരുന്നതാണ് ഒറാക്കിൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? വരാത്തതാണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത്, അതല്ലാത്തത് ആണ് ലിബ്രെ ഓഫീസ് ഇംപ്രസ്. അടുത്ത 61ാമത്തെ ചോദ്യം. ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമം ഏതാണ്? ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമം ഏതാണ്? ആണ് ഡയാസ്പോറ. ഓക്കെ അല്ലേ? ഡയാസ്പോറയാണ് ആൻസർ വരുന്നത്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? അതായത് ChatGPTക്ക് വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ള ഒരാളാണിത്. ChatGPTക്ക് വെല്ലുവിളിയാണ്. അതിൻ്റെ പേരാണ് ഡീപ്സീക്ക്. ഓക്കെ ആണല്ലോ? ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ, അത് മറക്കരുത്, ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഉത്തരം അമരാവതി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 2003 89ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമുള്ള ദേശീയ കമ്മീഷൻ അവർക്കായിട്ടുള്ള ദേശീയ കമ്മീഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 പ്രത്യേക സ്ഥാപനങ്ങളാക്കി മാറ്റി. ഒന്ന് പട്ടികജാതിക്കാർക്കും ഒന്ന് പട്ടികവർഗക്കാർക്കും. അപ്പോൾ 2 പേർക്കും കൂടെ ഒരുമിച്ചുള്ളതായിരുന്നു ആ ദേശീയ കമ്മീഷൻ. പക്ഷേ 89ാം ഭേദഗതി പ്രകാരം, അത് 2003 അത് പ്രകാരം 2 പ്രത്യേക സ്ഥാപനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതാണിത്, ദേശീയ പട്ടികജാതി കമ്മീഷൻ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 338 ആണ്. ആർട്ടിക്കിൾ 338, ഓപ്ഷൻ എ. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഏതാണ് വരുന്നത്? 338A ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ദേശീയ പട്ടിക ജാതി വർഗക്കാർക്കുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് 338. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 338A. അപ്പോൾ ഇത് പട്ടികവർഗം മറക്കരുത്. അടുത്തത്, ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം?
ഇത് ആർക്കൊക്കെ അപേക്ഷ നൽകാമെന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മജിസ്ട്രേറ്റ് മുൻപാകെ പരാതിക്കാരിയോ പരാതിക്കാരിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ പ്രൊട്ടക്ഷൻ ഓഫീസറോ ഈ നിയമപ്രകാരമുള്ള ഒന്നോ അതിലധികമോ ആശ്വാസ നടപടികൾക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ആർക്കൊക്കെ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമല്ല, ഏതൊരാൾക്കും എന്ന് പറയാൻ പറ്റില്ല. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം എന്നും പറയാൻ പറ്റത്തില്ല. കാരണം പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ പരാതിക്കാരിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറോ വന്നിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? 68. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയാണ്. 18 വയസ്സിന് താഴെ. അങ്ങനെയാണെങ്കിൽ ബാലവേല എന്ന് പറയുമ്പോൾ അത് 18 വയസ്സിന് താഴെയാകുമോ? ഇല്ല. ബാലവേല എന്ന് പറഞ്ഞാൽ ബാലവേല വരുമ്പോൾ അത് 14 വയസ്സിന് താഴെയാണ്. ഓക്കെ അല്ലേ? 14 വയസ്സിന് താഴെയാണ്. ലെസ് ദാൻ 14 ഏജ്. അത് ആലോചിക്കാം. അടുത്ത ചോദ്യം 69. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് 283 റിപ്പോർട്ടാണ്. ഓപ്ഷൻ എ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് പറയുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283. ഒന്നുകൂടെ 283 റിപ്പോർട്ടാണ്. അടുത്തത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ രണ്ടും വരും, ഒന്നും വരും, രണ്ടും വരും. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും ഏത് കാറ്റഗറിയിൽ വരും? രക്ഷിതാവിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ 1, 2. 1, 2, 3 3 മാത്രം. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? ബാക്കി ചോദ്യങ്ങളൊക്കെ കണക്കുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ഓരോ ചോദ്യവും ഓരോ ടോപ്പിക്കായിട്ട് തന്നെ പഠിപ്പിക്കണം. ഇതുപോലെ നമ്മൾ ചോദ്യപേപ്പറും വർക്കൗട്ട് ചെയ്യണം. നമുക്കിത് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പഠിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഓരോ വീഡിയോകളും ചെയ്യുന്നത്. ഇനി അടുത്തത് ഓരോ ടോപ്പിക്കായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൽ പി യു പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഡിഗ്രി പ്രിലിംസും എല്ലാം വരുന്ന ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ്. 70 ചോദ്യം ചെയ്തു. പിന്നെ അങ്ങോട്ടുള്ളത് മാത്സ് ആണ്. മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറുപറാന്ന് ഉത്തരം പറഞ്ഞങ്ങ് പോകുന്ന ഇതുപോലെ അങ്ങ് പോകാനുള്ളതല്ല. നല്ലപോലെ പറയണം. നല്ലപോലെ പറയുന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ആ ടോപ്പിക്ക് വൈസായിട്ട് തന്നെ പഠിച്ചു പോവാം. ഓരോ ചോദ്യപേപ്പറിലും ചോദ്യം വരുന്ന രീതി അനുസരിച്ച് നമുക്ക് പഠിച്ചു പോവാം. ഒരുമിച്ച് ഇതുപോലെ ചോദ്യം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ചോദ്യപേപ്പറുമായി മനസ്സിലാക്കാൻ പറ്റുന്നത്, ചോദ്യപേപ്പറിനെ മനസ്സിലാക്കുന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൂടുതൽ നല്ല റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ ടോപ്പിക്സുമായിട്ട് എൽ പി യു പിക്കും ഡിഗ്രി പ്രിലിംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.